വളരെ സിമ്പിളായി ഡെൻഡ്രോബിയം തൈകൾ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. തൈകൾ ഉണ്ടാക്കാനായി എൻ്റെ ഡെൻഡ്രോബിയം കളക്ഷനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ചെടിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. മെച്ചുറായ ഒരു ഡെൻഡ്രോബിയം ചെടിയിൽ 4 തരം തണ്ടുകൾ ഉണ്ടാവും. പുതിയ ഇലകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രോയിങ് സ്റ്റേജിലുള്ളവ, മെച്ചുറായി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നവ, പൂക്കളും ഇലകളും കൊഴിഞ്ഞ എന്നാൽ നല്ല ഹെൽത്തിയായവ, പൂക്കളും ഇലകളും കൊഴിഞ്ഞ ശേഷം ചുളിവുകൾ വീണ് തുടങ്ങിയ എന്നാൽ ഉണങ്ങിത്തുടങ്ങാത്ത തണ്ടുകൾ. ഇതിൽ 4ാമത് പറഞ്ഞ തരം തണ്ടുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവ ചെടിക്ക് ഇളക്കം തട്ടാതെ അടർത്തി മാറ്റിയോ താഴ്ത്തി മുറിച്ചോ വേർപ്പെടുത്തിയെടുക്കാം. ഉണങ്ങിത്തുടങ്ങാത്തത് കൊണ്ട് തന്നെ പുതിയ തൈകൾ ഉണ്ടാകാൻ ആവശ്യമായ എനർജി ഇവയിലുണ്ടാവും. ഈ കാണുന്ന നോഡുകളിൽ നിന്നാണ് മുകുളങ്ങൾ വളർന്ന തൈകളാകുന്നത്. 1 or 2 നോഡുകളുള്ള ചെറിയ കഷ്ണങ്ങളായി തണ്ടുകൾ മുറിക്കാം. 2 നോഡുകളുടെ മധ്യഭാഗത്ത് വെച്ച് വേണം മുറിക്കാൻ. ഡോർമെന്റ് ആയിരിക്കുന്ന മുകുളത്തെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ വേണമെങ്കിൽ പതുക്കെ നീക്കം ചെയ്യാം. ഇത് പെട്ടെന്ന് മുകുളങ്ങൾ വളരാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും തൈകൾ വളരും, കുറച്ചുകൂടി സമയമെടുക്കുമെന്നേ ഉള്ളൂ. ഈ കഷ്ണങ്ങൾ പോട്ടിംഗ് മീഡിയത്തിൻ്റെ പുറത്ത് നിരത്തി വയ്ക്കാം. ഞാനിവിടെ കരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരിട്ട് വെയിൽ തട്ടാത്ത തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇത് വയ്ക്കാം. ദിവസവും വെള്ളമൊഴിക്കണം. 19-19-19 NPK വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് 10 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യുന്നത് പെട്ടെന്ന് തൈകൾ വരാൻ സഹായിക്കും. ഏതാണ്ട് 2-3 മാസം കഴിയുമ്പോഴേക്കും മുകുളങ്ങൾ വളർന്നു തുടങ്ങും. കൃത്യമായി വെള്ളവും വളവും കൊടുത്താൽ 3-4 മാസം കൂടി കഴിയുമ്പോഴേക്കും ഇലകളും വേരുകളും വന്ന് ആവശ്യത്തിന് വളർച്ചയായിട്ടുണ്ടാവും. ഈ തൈകളെ പതുക്കെ ഒന്ന് തിരിച്ച് തണ്ടിൽ നിന്ന് വേർപ്പെടുത്തിയോ തണ്ടോട് കൂടിയോ പുതിയ പോട്ടിൽ നടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.